ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? അതായത് ഇപ്പം വർക്കെല്ലാം കഴിഞ്ഞ് ടയേർഡായ ഒരു ദിവസം കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് റുട്ടീൻ എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നുമില്ല. കുറേയൊക്കെ ലെഫ്റ്റ് ഓവർ ഫുഡ് ഇരിപ്പുണ്ട്. അതായത് ഇന്നലത്തെ ആയിട്ടും പിന്നെ ഇന്ന് രാവിലെ വെച്ചതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി തീർക്കാനുള്ള പരിപാടിയും പിന്നെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ഐറ്റം കൂടി വെക്കാനേ പ്ലാനുള്ളൂ. അങ്ങനെ നോക്കിയപ്പോഴാണ് കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് പഴയ കറികളൊക്കെ ഇരിക്കുന്നുണ്ട്, രാവിലെ വെച്ചതും വൈകിട്ട് വെച്ചതും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് നമ്മളിന്ന് ഒപ്പിക്കലാണ്. പിന്നെ ഒരു സൈഡിൽ അവിടെ പൊടിയരി കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പനിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ടാണ് കഞ്ഞി വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മിക്കവാറും കുക്കിങ്ങൊക്കെ ഇതിൽ തന്നെയാണ് നടക്കണതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ച് മുന്നേ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് വീണ്ടും കഴുകാനൊന്നും പോയിട്ടില്ല. അതിൽ കുറച്ച് എണ്ണമയമൊക്കെ ഇരുന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ബാക്കിയുള്ള പച്ചമുളക് കീറിയും കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. എന്നിട്ട് പിന്നെ പതുക്കെ സ്റ്റൗ ഓൺ ചെയ്യുന്നു, കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണു. അങ്ങനെയൊക്കെ അങ്ങ് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓരോ ദിവസം ഓരോരോ രീതികളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ ആ കരിവേപ്പിലയുടെ ബോക്സ് ഞാൻ കാണിക്കാൻ കാരണം ഇതിപ്പോൾ ഏകദേശം ഒരു മാസമായി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കരിവേപ്പിലയാണ്. അപ്പോൾ ഞാനത് മുകളിലും താഴെയും ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത്ര നാളായിട്ടും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബോക്സ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. പിന്നെ വേറൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിതാ നമ്മുടെ ബീട്രൂട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ അപ്പുറത്ത് ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത് പൊടിയരിക്കഞ്ഞിയാണ്. കഞ്ഞി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പം അത് രണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, തലേദിവസത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല. പിന്നെ ചോറും വെച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കില്ലേ, ആ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു ചോറ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വെള്ളമൊന്ന് തിളച്ച് വരുമ്പോഴേ ചോറ് ഇടുന്നത്, കാരണം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് ചോറ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്നങ്ങ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വാർത്തെടുത്താലും മതിയാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ മറ്റേ ബീട്രൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈയിടെയായിട്ട് അതെനിക്ക് ഒത്തിരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഫേവറേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ പാത്രങ്ങൾ. അപ്പം അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഈ തിരക്കുള്ള ആൾക്കാരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരും അങ്ങനെയൊക്കെ പെട്ടെന്ന് കിച്ചണിലെ പരിപാടി തീർത്തിട്ട് തിരിച്ച് കയറാനായിരിക്കുമല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുക. അപ്പം ആ സമയത്തൊക്കെ ഈ ഒരു പാത്രത്തിലൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു തോരൻ വെക്കാനുള്ളത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ തന്നെ നമുക്ക് അടുത്ത കറി ഉണ്ടാക്കുവോ അല്ലെങ്കിൽ ചൂടാക്കുവോ എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെയാണല്ലോ. അപ്പോൾ അത് വീണ്ടും കഴുകേണ്ട കാര്യമൊന്നുമില്ല. അതിൽ തന്നെ കുറച്ച് എണ്ണമയം ഉണ്ടാവും. അതിൽ തന്നെ നമുക്ക് വീണ്ടും അടുത്ത കറി വെക്കാനുള്ള പരിപാടി നോക്കാൻ പറ്റും. അതായത് ഒരു വൺ പോട്ട് റെസിപ്പി എന്നൊക്കെ പറഞ്ഞ പോലെ വൺ പോട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുറച്ച് കറി ഇരിക്കുന്നുണ്ട്, ഇന്നലത്തെ ബീഫ് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പല തവണയായിട്ടുള്ള പാത്രം കഴുകും കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്നതാണല്ലോ. വെജിറ്റബിൾ നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയിട്ട് നോൺ വെജ് ഉണ്ടാക്കുമ്പം അതിനകത്ത് അത്ര വലിയ കുഴപ്പം വരുന്നില്ല, സ്മെല്ലൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. പിന്നെ എന്തായാലും എല്ലാവരും എല്ലാം കഴിക്കും, അപ്പോൾ അതും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു തന്നത്.
പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ല ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ഇറച്ചി ഇരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുക്കാനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായി ഒന്നൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എന്താ പറയുക നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ നമ്മൾ അപ്പം തന്നെ ആ ഭാഗം ഇപ്പം നമ്മൾ കിച്ചണാണെങ്കിലും സ്ലാബാണെങ്കിലും നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ പണി എളുപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ബോക്സ് അതുപോലെ തിരിച്ച് വെക്കുകയാണ്. പിന്നെ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് ഇടുന്നതാണ്. അപ്പോൾ അപ്പം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ഒതുക്കി ഒന്ന് തുടച്ചൊക്കെ ഇട്ടാൽ തന്നെ നമുക്ക് കിച്ചൺ ഒന്ന് അത്യാവശ്യം നീറ്റായിട്ട് നമുക്ക് കാണും. പിന്നെ പെട്ടെന്നൊന്ന് നമ്മൾ കയറി വരുമ്പം കിച്ചൺ വൃത്തിയായിട്ടിരിക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള എന്താ പറയുക ബീഫൊക്കെ അവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പം 3-4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും കഴിക്കില്ല. അവർക്കൊക്കെ കഞ്ഞിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാം സെർവ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ മിനി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.